ഓക്കെ. അപ്പോൾ നമ്മൾ 7 ടാക്സോണമിക് കാറ്റഗറീസിൻ്റെ ഹെയറാർക്കി നമ്മൾ പഠിച്ചു. ആ ഹെയറാർക്കിയിൽ ഓരോ റാങ്കിൻ്റെയും ഡീറ്റെയിൽസാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ ഇതിൽ കുറേ എക്സാമ്പിൾസ് ഉണ്ട്. അത് ബേസ് ചെയ്തിട്ട് വേണം നിങ്ങൾ അസൈൻമെൻറ്റ് ചെയ്യാൻ. ഇപ്പോൾ ഫസ്റ്റ് അല്ലെങ്കിൽ ദ ലോവസ്റ്റ് ടാക്സോണമിക് ഹെയറാർക്കിയിലെ റാങ്കാണ് സ്പീഷീസ്. It is a group of individuals resembling one another in all major vegetative and reproductive characters. അതായത് സ്പീഷീസ് എന്ന് പറഞ്ഞാൽ വെജിറ്റേറ്റീവ് എന്ന് ഉദ്ദേശിക്കുന്നത് അനാറ്റമിക്കൽ അല്ലെങ്കിൽ പുറമേ കാണുന്ന ഐഡൻറ്റിഫയബിൾ ക്യാരക്ടേഴ്സ്. റീപ്രൊഡക്റ്റീവ് ക്യാരക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ അവരുടെ മീറ്റിംഗ്, സെക്ഷൽ ബിഹേവിയർ, അവരുടെ ക്യാരക്ടേഴ്സ് എന്താണ് ഈ സെക്സ് റിലേറ്റഡ് ക്യാരക്ടേഴ്സ് എന്തെല്ലാം ഉണ്ടോ, ദറ്റ് ഈസ് ആ സമയത്തുള്ള ഫിസിയോളജിക്കൽ ഫങ്ഷൻസ് എന്തെല്ലാം ഉണ്ടോ അതൊക്കെയാണ് റീപ്രൊഡക്റ്റീവ് ക്യാരക്ടേഴ്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ പുറമേ കാണുന്നതും ശരീരത്തിനകത്തുള്ള എല്ലാ ക്യാരക്ടേഴ്സും കമ്പയർ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അവർ തമ്മിൽ സിമിലാരിറ്റീസും ഡിഫറൻസസ് പഠിക്കുമ്പോൾ കൂടുതലായിട്ട് റിസംബ്ലൻസ് കാണിക്കുന്ന അനിമൽസിനെ അല്ലെങ്കിൽ ഇൻഡിവിജ്വൽസിനെ ഒരു ഗ്രൂപ്പ് ആക്കുന്നു. ആ ഒരു ഗ്രൂപ്പിനെ പറയുന്നതാണ് സ്പീഷീസ്. ഓക്കെ. അപ്പോൾ ഇറ്റ് ഈസ് എ ഗ്രൂപ്പ് ഓഫ് ഇൻഡിവിജ്വൽസ് റിസംബ്ലിങ് വൺ അനദർ. ഫോർ എക്സാമ്പിൾ ഹ്യൂമൻ ബീയിങ്സിൻ്റെ ഒരു ഗ്രൂപ്പ് എടുത്തു അല്ലേ. പുറമേ ഫേഷ്യൽ ഫീച്ചേഴ്സ് ഇത്തിരി വ്യത്യാസം ഉണ്ടെങ്കിലും ഏകദേശം 99% എല്ലാ ഇൻഡിവിജ്വൽസും സെയിം ആണ്. ദേ റിസംബിൾ വൺ അനദർ അല്ലേ. ഫോർ എക്സാമ്പിൾ മങ്കീസ് ആയിക്കോട്ടെ, കാറ്റ്സ് ആയിക്കോട്ടെ, ഡോഗ്സ് ആയിക്കോട്ടെ, പിഗ്സ് ആയിക്കോട്ടെ, ഏത് സ്പീഷീസ് വേണമെങ്കിൽ നോക്കിക്കോളൂ. ആ ഒരു ഗ്രൂപ്പ് സെലക്ട് ചെയ്യുമ്പോൾ എല്ലാം ഒരേ ക്യാരക്ടേഴ്സാണ് ഷെയർ ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ എങ്ങനത്തെ ക്യാരക്ടേഴ്സാണ്? രണ്ടും, ബോത്ത് വെജിറ്റേറ്റീവ് ആൻഡ് റീപ്രൊഡക്റ്റീവ് ക്യാരക്ടേഴ്സ്. അപ്പോൾ അതിൻ്റെ സയൻറ്റിഫിക് ഡെഫിനിഷനിലേക്ക് വരികയാണെങ്കിൽ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, 2 മാർക്കിൻ്റെ ചോദ്യമാണ്. എ സ്പീഷീസ് ഈസ് എ ഗ്രൂപ്പ് ഓഫ് ഇൻഡിവിജ്വൽസ്. ഓക്കെ, ഇൻഡിവിജ്വൽസ് അല്ലെങ്കിൽ ആ മെമ്പേഴ്സിൻ്റെ ഒരു ഗ്രൂപ്പാണ്. വിച്ച് ആർ ജനറ്റിക്കലി ഡിസ്റ്റിങ്ക്റ്റ്. ജനറ്റിക്കലി അതായത് നമ്മുടെ എല്ലാവരുടെയും ജീൻസിൽ വ്യത്യാസമുണ്ട് അല്ലേ. അതുകൊണ്ടാണ് നമ്മുടെ ഫേഷ്യൽ ഫീച്ചേഴ്സ് അല്ലെങ്കിൽ നമ്മുടെ സ്വഭാവങ്ങൾ അല്ലെങ്കിൽ ഏത് ഡിഫറൻസ് എടുത്താലും ചെറിയ ഡിഫറൻസസ് ഉണ്ട്. അപ്പോൾ ജീനോം ലെവൽ അല്ലെങ്കിൽ DNA ലെവലിൽ നോക്കുകയാണെങ്കിൽ വി ആർ ഓൾ ഡിഫറെൻറ്റ് ഫ്രം വൺ അനദർ. അപ്പോൾ ജനറ്റിക്കലി ഡിസ്റ്റിങ്ക്റ്റ്, റീപ്രൊഡക്റ്റീവ്ലി ഐസൊലേറ്റഡ്. ദാറ്റ് ഈസ് ഫോർ എക്സാമ്പിൾ കാറ്റ് സ്പീഷീസും ഡോഗ് സ്പീഷീസും തമ്മിൽ ക്രോസ് ചെയ്യാൻ പറ്റില്ല. അതുമാതിരി ഡോഗ് സ്പീഷീസ് ആൻഡ് പിഗ് സ്പീഷീസ് തമ്മിൽ ക്രോസ് ചെയ്യാൻ പറ്റില്ല. ഹ്യൂമൻ സ്പീഷീസ് ആൻഡ് മങ്കി സ്പീഷീസ് തമ്മിൽ ക്രോസ് ചെയ്യാൻ പറ്റില്ല. സി, അപ്പോൾ ദേ ആർ ഡിഫറെൻറ്റ് ഗ്രൂപ്പ്സ്. അവർ തമ്മിൽ മേറ്റിംഗ് നടക്കില്ല. അപ്പോൾ ആ ഒരു ബേസിൽ നോക്കുമ്പോഴാണ് പറയണത് റീപ്രൊഡക്റ്റീവ്ലി ഐസൊലേറ്റഡ്. അല്ലെങ്കിൽ ആ ഗ്രൂപ്പിൻ്റെ അകത്തുള്ള മെമ്പേഴ്സ് തമ്മിൽ മാത്രമേ മേറ്റിംഗ് നടക്കുള്ളൂ. ആൻഡ് സിമിലർ ഇൻ മോർഫോളജിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ്. എഗെയിൻ മോർഫോളജി എന്ന് പറഞ്ഞാൽ എന്താ? എക്സ്റ്റേണൽ അപ്പിയറൻസ്, പുറമേ കാണുന്ന ഐഡൻറ്റിഫയബിൾ ക്യാരക്ടേഴ്സ്. അപ്പോൾ മനസ്സിലായോ? ഒരു സ്പീഷീസ് എന്ന് പറഞ്ഞാൽ ഇൻഡിവിജ്വൽസിൻ്റെ ഒരു ഗ്രൂപ്പാണ്. എങ്ങനത്തെ ഇൻഡിവിജ്വൽസ്? വിച്ച് ആർ ജനറ്റിക്കലി ഡിസ്റ്റിങ്ക്റ്റ് ആയിരിക്കും, യുണീക്കാണ്. ഓരോ ഇൻഡിവിജ്വലും യുണീക്കാണ് ജനറ്റിക്കലി അല്ലെങ്കിൽ DNA ലെവലിൽ. റീപ്രൊഡക്റ്റീവ് ഐസൊലേറ്റഡ്, ആ ഗ്രൂപ്പിലുള്ള മെമ്പേഴ്സ് തമ്മിൽ മാത്രമേ മീറ്റിംഗ് നടക്കുള്ളൂ. ആൻഡ് സിമിലർ ഇൻ മോർഫോളജിക്കൽ ക്യാരക്ടേഴ്സ്, അതായത് പുറമേ കാണുന്ന ബോഡി ക്യാരക്ടേഴ്സ് സിമിലാരിറ്റി കാണിക്കുന്നു. ഓക്കെ. അപ്പോൾ ദിസ് ഇസ് നോൺ ആസ് സ്പീഷീസ്. അപ്പോൾ സ്പീഷീസ് എന്ന് പറഞ്ഞാൽ ലോവസ്റ്റ് ടാക്സൺ. ടാക്സൺ എന്ന് പറഞ്ഞാൽ റാങ്ക് ആണ് പറഞ്ഞു, ലെവലാണ് പറഞ്ഞു, കാറ്റഗറി ആണെന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ ഹയറാർക്കിയിൽ അല്ലെങ്കിൽ ടാക്സോണമിക് ഹയറാർക്കിയിൽ ഏറ്റവും ലോവസ്റ്റ് റാങ്ക് ഓർ ടാക്സൺ ആണ് സ്പീഷീസ് ഇൻ ദ ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ. ഇതും സെപ്പറേറ്റ് ആയിട്ട് 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. ഇപ്പോൾ ബയോളജിക്കൽ ക്ലാസിഫിക്കേഷനിൽ ദ ലോവസ്റ്റ് ടാക്സൺ ആണ് സ്പീഷീസ്. എക്സാമ്പിൾസ് നോക്കണേ.
മാൻജിഫറ ഇൻഡിക്ക. അപ്പോൾ സയൻറ്റിഫിക് നെയിമിംഗ് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, നോമൻക്ലേച്ചറിൻ്റെ റൂൾസ് പഠിച്ചിട്ടുണ്ട് അല്ലേ? അപ്പോൾ എല്ലാത്തിൻ്റെയും സയൻറ്റിഫിക് നെയിംസും മാക്സിമം ഓർത്ത് വയ്ക്കാൻ ശ്രമിക്കുക. കാരണം ഫസ്റ്റ് ജീനസിൻ്റെ ഫസ്റ്റ് ലെറ്ററും സ്പീഷീസിൻ്റെ ഫസ്റ്റ് ലെറ്ററും ശ്രദ്ധിക്കണം. അപ്പോൾ മാൻജിഫറ ഇൻഡിക്ക മാംഗോയിൻ്റെ സയൻറ്റിഫിക് നെയിമാണ്. സൊലാനം ട്യൂബറോസം പൊട്ടേറ്റോൻ്റെ സയൻറ്റിഫിക് നെയിമാണ്. പാന്തറ ലിയോ ലയൻ്റെ സയൻറ്റിഫിക് നെയിമാണ്. അപ്പോൾ എക്സാമ്പിൾസും നിങ്ങൾ പഠിച്ചിരിക്കണം. അപ്പോൾ ഇതിൽ ഇൻഡിക്ക, ട്യൂബറോസം, ലിയോ, അതായത് രണ്ടാമത്തെ കോമ്പണൻറ്റ് അല്ലേ, ഒരു സയൻറ്റിഫിക് നെയിമിലെ രണ്ടാമത്തെ കോമ്പണൻ്റ് ആണിത്. എന്താ അത്? സ്പീഷീസ് നെയിം അല്ലെങ്കിൽ സ്പെസിഫിക് എപ്പിത്തറ്റിനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ആൻഡ് മാൻജിഫറ, സൊലാനം, പാന്തറ ഈ 3 ടേംസോ ജീനസ് നെയിംസിനെയാണ് സ്പെസിഫൈ ചെയ്യുന്നത്. ഓക്കെ, അല്ലെങ്കിൽ ജനറിക് നെയിംസ്. ഇനി ഹ്യൂമൻ ബീയിങ്ങിൻ്റെ നോക്കാം. ഹോമോ സാപ്പിയൻസ്. ഇപ്പോൾ സാധാരണ ഹോമോ സാപ്പിയൻസ്, സാപ്പിയൻസ് ആണ് ഫുൾ നെയിം. 2 പ്രാവശ്യം സാപ്പിയൻസ് എഴുതുന്നത്. ഫസ്റ്റ് സ്പീഷീസ് നെയിമും രണ്ടാമത്തെ സാപ്പിയൻസ് സബ് സ്പീഷീസ് ആണ് വരിക. സബ് സ്പീഷീസ്. ഹോമോ സാപ്പിയൻസ്, സാപ്പിയൻസ്. ദെൻ കംസ് ജീനസ്. അപ്പോൾ ടാക്സ് സ്പീഷീസ് കഴിഞ്ഞ് അടുത്ത ലെവൽ കുറച്ച് മുകളിലേക്ക് പോകണം. അപ്പോൾ മുകളിലേക്ക് പോകുന്തോറും എന്താണ് പ്രത്യേകത? സിമിലാരിറ്റീസ് കുറഞ്ഞുകൊണ്ടിരിക്കും, ഡിഫറൻസസ് കൂടിക്കൊണ്ടിരിക്കും. ഓക്കെ, ഒരു ടാക്സോണമിക് ഹയറാർക്കിയിൽ ഇൻ ബയോളജിക്കൽ ക്ലാസിഫിക്കേഷനിൽ സ്പീഷീസിൽ നിന്ന് കിങ്ഡത്തിലേക്ക്, അതായത് മുകളിലേക്ക് പോകുന്തോറും സിമിലാരിറ്റീസ് കുറഞ്ഞുകൊണ്ടിരിക്കും, ഡിഫറൻസസ് കൂടിക്കൊണ്ടിരിക്കും. ഓക്കെ, ഇനി ജീനസ് നോക്കാം. എ ജീനസ് ഈസ് എ ഗ്രൂപ്പ് ഓഫ് റിലേറ്റഡ് സ്പീഷീസ്. കണ്ടോ? അപ്പോൾ സ്പീഷീസിനെ മൊത്തം നമ്മളൊരു ജീനസിലേക്ക് ആക്കുകയാണ്. സ്പീഷീസ് എന്തായിരുന്നു? കുറച്ച് ഇൻഡിവിജ്വൽ മെമ്പേഴ്സ് അല്ലെങ്കിൽ ഇൻഡിവിജ്വൽസിൻ്റെ ഒരു ഗ്രൂപ്പായിരുന്നു. ഇനി റിലേറ്റഡ് സ്പീഷീസ്, ദാറ്റ് ഈസ് ഏകദേശം റെസംബ്ലൻസ് കാണിക്കുന്ന 2 2-ൽ കൂടുതൽ സ്പീഷീസിനെ എന്ത് ചെയ്യണം? നമ്മൾ ഗ്രൂപ്പ് ചെയ്യണം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ പ്ലാസ്റ്റിക്, റബ്ബർ അല്ലെങ്കിൽ ലിക്വിഡ്, ജെല്ലി, കാർഡ്ബോർഡ്, പേപ്പർ, അപ്പോൾ ഇങ്ങനത്തെ പല ഐറ്റംസും നമ്മൾ സോർട്ട് ഔട്ട് ചെയ്ത് വെക്കുന്നില്ലേ? അതേപോലെ തന്നെയാണത്. നമുക്ക് നോക്കാം. എ ജീനസ് ഇസ് എ ഗ്രൂപ്പ് ഓഫ് റിലേറ്റഡ് സ്പീഷീസ്. ഇപ്പോൾ റിലേഷൻസ് അല്ലെങ്കിൽ ഏകദേശം റെസംബ്ലൻസ് കാണിക്കുന്ന സ്പീഷീസിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു ഗ്രൂപ്പ് ആക്കുന്നു. All the species in a genus have many common characteristics. അപ്പോൾ സ്പീഷീസ് റിസംബ്ലൻസ് കാണിക്കുന്ന സ്പീഷീസ് തമ്മിൽ കുറച്ച് ക്യാരക്ടേഴ്സ് അവർ കോമൺ ആയിട്ട് ഷെയർ ചെയ്യുന്നുണ്ട്. എക്സാമ്പിൾ നോക്കാം. പാന്തറ സ്പീഷീസ് ഏതൊക്കെയാ? പാന്തറ ലിയോ ലയൺ ഉണ്ട്, പാന്തറ പാർഡസ് ലെപ്പേർഡ് ഉണ്ട്, പാന്തറ ടൈഗ്രിസ് ടൈഗർ ഉണ്ട്. അപ്പോൾ ഇതെല്ലാം പാന്തറ സ്പീഷീസാണ് അല്ലേ? ജീനസ് ഒന്നാണ്, പക്ഷേ സ്പീഷീസ് എല്ലാം ഡിഫറെൻ്റ് കാണാം. ലിയോ, പാർഡസ്, ടൈഗ്രിസ്. കാരണം എന്തോ ഒരു ഡിഫറൻസസ് കാരണമാണ് അവർ സെപ്പറേറ്റ് സ്പീഷീസായി പോയത്. ആൻഡ് ഇവർ തമ്മിൽ മേറ്റും ചെയ്യില്ല, ബട്ട് കുറേ കോമൺ ക്യാരക്ടേഴ്സ് അവർ കാണിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് പാന്തറ ജീനസിലേക്ക് അവർ ഒരുമിച്ചാക്കിയത്. സി, അപ്പോൾ പാന്തറ ലിയോ, പാന്തറ പാർഡസ്, പാന്തറ ടൈഗ്രിസ്, ഇത് 3ഉം ഒരേ ജീനസിലാണ്. സ്പീഷീസ് മാത്രമേ വ്യത്യാസമുള്ളൂ. ഇനി നമുക്ക് നോക്കാം. ജീനസ് പാന്തറ differ from another genus Felis, which includes cats. അപ്പോൾ കാറ്റ്സിനെ ഉൾപ്പെടുത്തുന്ന ഒരു ജീനസ് ആണ് ഫെലിസ്. ഓക്കെ, അപ്പോൾ ജീനസ് ഫെലിസും ജീനസ് പാന്തറയും ഡിഫറെൻ്റ് ആണ്. ബട്ട് സ്റ്റിൽ അവരെന്തോ കുറച്ച് ക്യാരക്ടേഴ്സ് അവർ കോമൺ ആയിട്ട് ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ 2 ജീനസിനെയും ഒരു ഫാമിലിയിലേക്ക് കൊണ്ടുവരും. നോക്കാം. ഫാമിലി. എ ഫാമിലി ഈസ് എൻ അസംബ്ലേജ് ഓഫ് റിലേറ്റഡ് ജനേറ. കണ്ടോ? അപ്പോൾ കുറച്ച് റെസംബ്ലൻസ് അല്ലെങ്കിൽ കുറച്ച് ക്യാരക്ടേഴ്സ് കോമൺ ആയിട്ട് ഷെയർ ചെയ്യുന്ന ജീനസിനെ എന്ത് ചെയ്തു? അല്ലെങ്കിൽ ജനറെ എന്ത് ചെയ്തു? ഒരുമിച്ചൊരു ഗ്രൂപ്പിലാക്കി. ആൻഡ് ദാറ്റ് ഇസ് കോൾഡ് ഫാമിലി. അപ്പോൾ ഫാമിലി എന്ന് പറഞ്ഞാൽ എന്താ?
ഫാമിലി ഈസ് എൻ അസംബ്ലേജ് ഓഫ് റിലേറ്റഡ് ജനേറ. അതായത് കുറച്ച് കോമൺ ക്യാരക്ടറിസ്റ്റിക്സ് ഷെയർ ചെയ്യുന്ന രണ്ടോ രണ്ടിൽ കൂടുതൽ ജനേറിയ ഒരു ഗ്രൂപ്പാക്കി, ആൻഡ് ദാറ്റ് ഇസ് കോൾഡ് ഫാമിലി. ഇനി നമുക്ക് എക്സാമ്പിൾ നോക്കാം. ദാറ്റ് ഈസ് ദ ലയൺ, പാന്തറ ലിയോ, ആൻഡ് ദ ഹൗസ് കാറ്റ്, ഫെലിസ് ഡൊമസ്റ്റിക്കസ്, belonging to two different genera, are included under the family Felidae. അപ്പോൾ കണ്ടോ, പാന്തറ ലിയോ കണ്ടോ, സെപ്പറേറ്റ് ജീനസ് ആണ്, സെപ്പറേറ്റ് സ്പീഷീസ് ആണ്. അഗൈൻ ഹൗസ് കാറ്റ്, ഫെലിസ് ഡൊമസ്റ്റിക്കസ്, കണ്ടോ രണ്ടും വെവ്വേറെ ജീനസും വെവ്വേറെ സ്പീഷീസും ആണ്. ബട്ട് സ്റ്റിൽ ദേ ആർ ഷെയറിങ് സം കോമൺ ക്യാരക്ടറിസ്റ്റിക്സ്. അപ്പോൾ രണ്ട് ഡിഫറെൻറ്റ് ജനേറയിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന സ്പീഷീസിനെ എന്ത് ചെയ്തു, ഒരു ഫാമിലിയിലടിയിൽ ക്ലബ് ചെയ്തു, ആൻഡ് ദാറ്റ് ഈസ് കോൾഡ് ഫെലിഡേ. ഫെലിഡേ. ഇപ്പോൾ ഫെലിഡേ അതിൽ എന്തൊക്കെ വന്നു, കാറ്റും വന്നു ആൻഡ് പാന്തറ വന്നു അല്ലേ, ഫെലിസും വന്നു പാന്തറയും വന്നു. ഇനി നെക്സ്റ്റ് എക്സാമ്പിൾ നോക്കുക. ദ ജനറൽ സൊലാനം, പെറ്റ്യൂണിയ, ഡെറ്റ്യൂറ. ഇത് മൂന്ന് ജനറയാണ്. സൊലാനം, പെറ്റ്യൂണിയ, ഡെറ്റ്യൂറ. ഇത് മൂന്ന് ജനറയാണ്, 3 തരം ചെടികളാണ്. ഇത് മൂന്നും കൂടി കുറച്ച് ക്യാരക്ടേഴ്സ് ഷെയർ ചെയ്യുന്ന കാരണം ഏത് ഫാമിലിയിലിട്ടു, സൊലാനേസിയേ. എന്താണ്, സൊലാനേസിയേ. ദെൻ കംസ്, ഇനി എന്ത് ചെയ്യണം, ഈ ഒരേപോലെ ക്യാരക്ടേഴ്സ് ഷെയർ ചെയ്യുന്ന ഫാമിലീസ് അല്ലേ, ഫാമിലീസ് രണ്ടോ രണ്ടിൽ കൂടുതൽ ഫാമിലീസ് കുറേ കോമൺ ക്യാരക്ടേഴ്സ് ഷെയർ ചെയ്യുന്നതിനെ ഇനി എന്ത് ചെയ്യണം, എഗെയിൻ ഒരു ഗ്രൂപ്പാക്കി തിരിക്കണോ, ആൻഡ് ദാറ്റ് ഈസ് ഓർഡർ. ഓർഡർ ഇസ് ഓൾസോ നോൺ ആസ് കൊഹോർട്ട്. ഇത് 1 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. ഓർഡർ ഇസ് ഓൾസോ നോൺ ആസ് കൊഹോർട്ട്, ആൻഡ് ഓർഡർ ഈസ് എ കാറ്റഗറി ഓഫ് റിലേറ്റഡ് ഫാമിലീസ്. അപ്പോൾ ഒരു ഓർഡർ എന്ന് പറഞ്ഞാൽ എന്താണ്, കുറച്ച് കോമൺ ക്യാരക്ടേഴ്സ് ഷെയർ ചെയ്യുന്ന രണ്ടോ രണ്ടിൽ കൂടുതൽ ഫാമിലീസിനെ എന്ത് ചെയ്തു, ഒരു ഗ്രൂപ്പാക്കി അസംബിൾ ചെയ്തു, ആൻഡ് ദാറ്റ് ഗ്രൂപ്പ് ഇസ് കോൾഡ് ഓർഡർ. ഇനി എക്സാമ്പിൾ നോക്കാം. ഏതൊക്കെ ഫാമിലീസ്, നമ്മളിപ്പോൾ 2 ഫാമിലീസ് പഠിച്ചല്ലേ. ഒന്ന് ഫെലിഡേ. അപ്പം നമ്മളിപ്പോൾ എന്ത് ചെയ്യണം, 2 ഫാമിലീസ് നമ്മൾ വേറൊരു ഫാമിലി കൂടി പഠിക്കാൻ പോകണം, ദാറ്റ് ഈസ് കാനിഡി. അപ്പോൾ ഫെലിഡേയിൽ എന്തൊക്കെ വന്നു, പാന്തറ ജീനസ് വന്നു, ഫെലിസ് ജീനസ് വന്നു, അതിൽ വരുന്ന കുറേ സ്പീഷീസും വന്നു. ദെൻ സെക്കൻഡ് ഫാമിലി കാനിഡി, ഏതൊക്കെ വന്ന്, ഡോഗ്സ് ആൻഡ് ഫോക്സസ്. ഇത് രണ്ടും സെപ്പറേറ്റ് ജനറയും അതിൻ്റെ കീഴിൽ സെപ്പറേറ്റ് കുറേ സ്പീഷീസും ഉണ്ട്. ബട്ട് കാനിഡേ എന്നുള്ള ഫാമിലിയിൽ എന്തായി, എല്ലാ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്പീഷീസും ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ജനറയും വന്നു. സോ ഈ ഫെലിഡേയും കാനിഡേയും എന്തോ കുറച്ച് കോമൺ ക്യാരക്ടറിസ്റ്റിക്സ് ഷെയർ ചെയ്യുന്നുണ്ട്. ആൻഡ് സോ അവരെന്ത് ചെയ്തു, ഒരു ഓർഡർ പുതിയൊരു ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്തു അല്ലെങ്കിൽ അസംബിൾ ചെയ്തു. ആ ഗ്രൂപ്പിനെ എന്ത് പറയും, ഓർഡർ കാർണിവോറ. ഓർഡർ കാർണിവോർ. കാർണിവോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ, ഫ്ലഷ് ഈറ്റിംഗ് അല്ലേ. അപ്പോൾ ഫെലിഡിയും കാനഡിയും എഗെയിൻ ടോപ്പർ റാങ്കിലേക്ക് അവരെ അസംബിൾ ചെയ്തു, ആൻഡ് ദാറ്റ് ഈസ് കോൾഡ് ഓർഡർ കാർണിവോറ. ഇനി അടുത്ത എക്സാമ്പിൾസ് നോക്കാം. പ്ലാന്റ് ഫാമിലീസ് ലൈക്ക് കൺവോൾവലേസിയേ ആൻഡ് സൊലാനേസിയേ. കൺവോൾവലേസിയേ ആൻഡ് സൊലാനേസിയേ. അപ്പോൾ ഈ 2 ഫാമിലീസിനെയും പുതിയൊരു ഓർഡർ അല്ലെങ്കിൽ ഹയർ ഓർഡറിലേക്ക് അവരെ അസംബിൾ ചെയ്തു. ദേ ആർ കോൾഡ് പോളിനോമിയേൽസ്, പോളിമോണിയേൽസ്. പോളിമോണിയേൽസ്. ഓക്കെ, കൺവോൾവലേസിയേ, സൊലാനേസിയേ, പോളിമോണിയേൽസ്. ഇനി 1 2 2 കൂടുതൽ ഓർഡേഴ്സ് ഇതേമാതിരി കോമൺ ക്യാരക്ടേഴ്സ് ഷെയർ ചെയ്യും അല്ലേ. അപ്പം എന്ത് ചെയ്യണം, എഗെയിൻ പുതിയൊരു റാങ്കിലേക്ക് നമ്മൾ അസംബിൾ ചെയ്യുന്നു, ആൻഡ് ദാറ്റ് ഈസ് കോൾഡ് ക്ലാസ്. ക്ലാസ്. സെവറൽ റിലേറ്റഡ് ഓർഡേഴ്സ് having certain common characters form a higher category called the class. കണ്ടോ, അപ്പോൾ ഏകദേശം
കുറച്ച് ക്യാരക്ടേഴ്സ് കോമൺ ആയിട്ട് ഷെയർ ചെയ്യുന്ന രണ്ടോ രണ്ടിൽ കൂടുതൽ ഓർഡേഴ്സിനെ എന്ത് ചെയ്തു, ഹയർ കാറ്റഗറിയിലേക്ക് അസംബിൾ ചെയ്തു. ആൻഡ് ദാറ്റ് ഇസ് കോൾഡ് ക്ലാസ്. എക്സാമ്പിൾ എന്താ? കാർണിവോറ. നമ്മളൊരു ഓർഡർ പഠിച്ചു. ഇനി രണ്ടാമത്തെ ഒരു ഓർഡർ ഉണ്ട്, പ്രൈമേറ്റ. ഇതിലൊക്കെയാണ് നമ്മൾ വരിക. സോ ഏതൊക്കെയാണ് ഓർഡേഴ്സ് പഠിച്ചേ? കാർണിവോറ, പ്രൈമേറ്റ. കാർണിവോറയിൽ എന്തൊക്കെ വന്നു? ലയൺ, ടൈഗർ, ലെപ്പേർഡ്, കാറ്റ്, ഡോഗ്, ഇതെല്ലാം വന്നു. പ്രൈമേറ്റയിലോ മാൻ, ഏപ്സ്, ഗൊറില്ല, ഗിബൺ, മങ്കീസ്, ഇതെല്ലാം പ്രൈമേറ്റയിൽ വന്നു. അപ്പോൾ രണ്ട് ഓർഡേഴ്സ് കൂടി കമ്പയർ ചെയ്തു, കുറേ സിമിലാരിറ്റീസ്. ഒരു സിമിലാരിറ്റി പറയാമോ? യെസ്, ദേ ഓൾ ഗീവ് ബർത്ത് ടു യങ് വൺസ് അല്ലേ? അത് മാത്രമാണോ? ആൻഡ് ഷോ പാരൻ്റൽ കെയർ. അതൊരു ക്യാരക്ടറാണല്ലേ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്യാരക്ടറാണ്. അപ്പോൾ ഈ ഒരു കോമൺ ക്യാരക്ടർ കാണിക്കുന്നതുകൊണ്ടാണ് മെയിനായിട്ട് അവർ ഏത് ഹയർ ക്ലാസ്സിലേക്ക് അസംബിൾ ചെയ്തു? മെമേലിയ. എന്താണ്? മെമേലിയ. അതുകൊണ്ടാണ് മാമൽസ് എന്ന് പറയും അല്ലേ? മെമേലിയ. ദാറ്റ് ഈസ് ദോസ് ദ ഫീമെയിൽസ് ഹാവിങ് mammary glands or having breast, or they give birth to young ones and show parental care. അപ്പോൾ ഹയർ ക്ലാസ് ഏതാണ്? മെമേലിയ. മെമേലിയുടെ അടിയിൽ ഏതൊക്കെ വന്നു? കാർണിവോറ, പ്രൈമേറ്റ. ദെൻ കംസ് രണ്ടോ രണ്ടിൽ കൂടുതൽ ക്ലാസസിനെ, അതായത് കോമൺ ക്യാരക്ടേഴ്സ് ഷെയർ ചെയ്യുന്ന രണ്ടോ രണ്ടിൽ കൂടുതൽ ക്ലാസസിനെ എന്ത് ചെയ്തു? അസംബിൾ ചെയ്തു. ഒരു ഹയർ ടാക്സോണമിക് കാറ്റഗറിയിലേക്ക് അസംബിൾ ചെയ്തു. ആൻഡ് ദാറ്റ് ഗ്രൂപ്പ് ഇസ് കോൾഡ് ഫൈലം. ഫൈലം ഓർ ഡിവിഷൻ. അതായത് പണ്ട് ആദ്യം ഇങ്ങനെ ഒരു ഹയറാർക്കി പ്ലാൻ ചെയ്യുന്ന സമയത്ത് ഡിവിഷൻ നിട്ടു. പക്ഷെ പിന്നീടാണ് അവരെന്ത് തീരുമാനിച്ചു, അതായത് ബയോളജി ലിവിങ് ആനിമൽസിന് അല്ലെങ്കിൽ പ്ലാന്റ്സിന് സെപ്പറേറ്റ് ആണല്ലോ, ലിവിങ് ആനിമൽസിനെ സെപ്പറേറ്റ് ഗ്രൂപ്പാക്കി തിരിച്ചു. അപ്പോൾ അവർ ഫൈലം എന്ന് ആക്കി. അപ്പോൾ ആദ്യം ഡിവിഷൻ എന്നാണ് ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നീടാണ് അത് ഫൈലം സുവോളജിക്കലിലാക്കി ആൻഡ് ഫൈലം ഡിവിഷൻ എന്നുള്ളത് ബൊട്ടാനിക്കലും ആക്കി. അപ്പം നോക്കാം. ക്ലാസസ് ഹാവിങ് സെയിം ഫീച്ചേഴ്സ് ഇൻ കോമൺ കോൺസ്റ്റിറ്റ്യൂട്ട് എ ഫൈലം. അതായത് കോമൺ ക്യാരക്ടേഴ്സ് ഷെയർ ചെയ്യുന്ന രണ്ടോ രണ്ടിൽ കൂടുതൽ ക്ലാസസിനെ എന്ത് ചെയ്തു? ഹയർ ടാക്സോണമിക് കാറ്റഗറിയിലേക്ക് അസംബിൾ ചെയ്തു. ആൻഡ് ദാറ്റ് ഈസ് കോൾഡ് ഫൈലം ഓർ ഡിവിഷൻ. ഫോർ എക്സാമ്പിൾ ഫൈലം കോഡേറ്റ. ഇത് നമ്മൾ സെക്കൻഡ് ചാപ്റ്ററിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ പോകുന്നുണ്ട്. ഫൈലം കോഡേറ്റ. കോഡേറ്റ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? നോട്ടോകോഡ് ഉള്ളവ. നോട്ടോകോഡ് മീൻസ് നമ്മുടെ ഇപ്പോഴത്തെ നട്ടല്ലില്ലേ, നട്ടല്ലുണ്ടോ നട്ടല്ലില്ലേ എന്ന് ബേസ് ചെയ്തിട്ടാണ് ദ പ്രസൻസ് ഓഫ് നോട്ടോകോഡ്. അപ്പോൾ ഫൈലം കോഡേറ്റ എന്ന് പറഞ്ഞാൽ നട്ടലുള്ള ജീവികൾ ഏതൊക്കെയാണ് നോക്കാം. പീസസ്. പീസസ് എന്ന് പറഞ്ഞാൽ എന്താ? മത്സ്യങ്ങൾ, ഫിഷസ്. ആംഫീബിയ എന്ന് പറഞ്ഞാൽ എന്താ? ദാറ്റ് ഈസ് ഫ്രോഗ്സ്, സലമാൻഡേഴ്സ്, അതൊക്കെ ഉള്ളത്. റെപ്റ്റീലിയ, മൃഗങ്ങൾ, ദാറ്റ് ഈസ് ക്രോക്കോഡൈൽസ്, സ്നേക്സ് ഒക്കെ ഉള്ളത്. ക്യാമലിയോൺസ്. ദെൻ കംസ് ഏവ്സ്. ഏവ്സ് എന്ന് പറഞ്ഞാൽ ബേർഡ്സ്, പക്ഷികൾ, പറക്കുന്നത്. ദെൻ മെമേലിയ, നമ്മളിപ്പോൾ പറഞ്ഞു അല്ലേ? അപ്പോൾ എത്ര ക്ലാസ്സസ് നമ്മളിപ്പോൾ പഠിച്ചു? ആദ്യം മെമേലിയ എന്നുള്ളത് ഇപ്പം നമ്മൾ പഠിച്ചല്ലോ ക്ലാസ്. ഇപ്പോൾ കുറേ കോമൺ ക്യാരക്ടേഴ്സ് ഷെയർ ചെയ്യുന്ന ക്ലാസ്സസ് ഏതൊക്കെയാ? പീസസ്, ആംഫീബിയ, റെപ്റ്റീലിയ, ഏവ്സ്, മെമേലിയ. ഇത്രയും ക്ലാസ്സസ് കിട്ടിയില്ലേ? ഇത്രയും ക്ലാസ്സസ് കുറേ കോമൺ ക്യാരക്ടേഴ്സ് ഷെയർ ചെയ്യുന്നുണ്ടെന്ന് അർത്ഥം. എഗെയിൻ പ്ലാന്റ്സിൽ നമുക്ക് നോക്കാം. ഡൈകോട്ടിലിഡനെ. ഇത് നമ്മൾ ബോട്ടണിയിൽ പഠിക്കേണ്ടത്. നിങ്ങൾ ഡൈകോട്ടിലിഡനെ, മോണോകോട്ടിലിഡനെ, ഈ രണ്ട് ക്ലാസ്സസും ഡിവിഷൻ, ഒരൊറ്റ ഡിവിഷനിൽ ഇൻക്ലൂഡ് ചെയ്തു. ഏതാത്? ആൻജിയോസ്പെർമേ. ആൻജിയോസ്പെർമേ. അപ്പം നോക്കുക, പ്ലാന്റ്സിൽ ഏതോ രണ്ട് ക്ലാസ്സസ് ഏതൊക്കെയാ? ഡൈകോട്ടിലിഡനെ, മോണോകോട്ടിലിഡനെ. ഇത് രണ്ടും ഒരു ഡിവിഷനിലേക്ക് അസംബിൾ ചെയ്തു, ആൻജിയോസ്പെർമേ. ദെൻ കംസ് ദ കിങ്ഡം, ദ ഹയസ്റ്റ് കാറ്റഗറി. അപ്പോൾ ഫൈലം നമ്മളിപ്പോൾ പഠിച്ചു. ഫൈലത്തിൽ കുറേ സിമിലാരിറ്റി കാണിക്കുന്ന ക്ലാസ്സസിനെ ഇൻക്ലൂഡ് ചെയ്തു. അപ്പോൾ ഒരു ഫൈലമാണ് ഇപ്പം നമ്മൾ പഠിച്ചത്, ഫൈലം കോഡേറ്റ. ഇനി നോക്കുക, എഗെയിൻ കുറേ ഫൈലംസ് ഇനി വരാൻ പോണേ ഉള്ളൂ.
അപ്പോൾ കുറേ സിമിലാരിറ്റീസ് കാണിക്കുന്ന ഫൈലംസിനെ എന്ത് ചെയ്തു? എഗെയിൻ ദ ഹയസ്റ്റ് ടാക്സോണമിക് കാറ്റഗറിയിൽ കൊണ്ട് അസംബിൾ ചെയ്തു. And that is called kingdom. The highest category in the biological classification is the kingdom. അപ്പം അതിലെന്താണ്? ഒന്നോ ഒന്നിൽ കൂടുതലോ റിലേഷൻസ് കാണിക്കുന്ന അല്ലെങ്കിൽ കോമൺ ക്യാരക്ടേഴ്സ് ഷെയർ ചെയ്യുന്ന ഫൈലംസോ ഡിവിഷൻസിനെ നമ്മൾ അസംബിൾ ചെയ്തു ഒരു ഗ്രൂപ്പിലാക്കി. ദാറ്റ് ഈസ് കിങ്ഡം. ഫോർ എക്സാമ്പിൾ, പ്ലാന്റ്സിലാണെങ്കിൽ എന്ത് പറയും? കിങ്ഡം പ്ലാന്റേ. ആനിമൽസിലാണെങ്കിൽ എന്ത് പറയും? കിങ്ഡം അനിമാലിയ. കിങ്ഡം അനിമാലിയ. ഇതാണ് നമ്മൾ അടുത്ത സെക്കൻഡ് ചാപ്റ്ററിൽ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിക്കും. അപ്പോൾ ടിൽ ദെൻ, താങ്ക് യു.